ഖത്തറിലെ ദോഹയിൽ ഇസ്രയേൽ ആക്രമണം നടന്നിരിക്കുന്നു. ഗാസയിലെ വെടിനിർത്തൽ ചർച്ചയ്ക്കെത്തിയ ഹമാസ് നേതാക്കൾക്കു നേരെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. മുതിർന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ ആക്രമണമാണ് നടന്നതെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. ആക്രമണത്തെ അപലപിച്ച് ഖത്തർ രംഗത്തെത്തി. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നതെന്ന് ഖത്തർ പ്രതികരിച്ചു. ഫൈസൽ എം ഹംസ വിവരങ്ങളുമായി. ഫൈസൽ, അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദോഹയിൽ ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ അവിടെ വെച്ച് ഹമാസ് നേതാക്കൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നു എന്നുള്ളത് ഇതുവരെ കേൾക്കാത്തൊരു കാര്യമാണ്. എന്താണ് ഇപ്പോൾ നമുക്ക് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? സ്മൃതി, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയ്ക്ക് സമീപമുള്ള ഖത്താറയിൽ ഹമാസ് സംഘം താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെ ആക്രമണമുണ്ടായത്. ആ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം നേരത്തെ ഖത്തറിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രദേശവാസികൾ നൽകിയിരുന്നത് വലിയ ശബ്ദം കേട്ടു, പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടു എന്നുള്ള തരത്തിലായിരുന്നു. പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നത് ഖത്തറിനെ ലക്ഷ്യമിട്ട്, ഖത്തറിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളത്. നമുക്കറിയാം, ഹമാസ് രാഷ്ട്രീയ നേതാക്കൾക്ക് അഭയം നൽകിയിട്ടുള്ള രാജ്യമാണ് ഖത്തർ. പക്ഷേ കഴിഞ്ഞ ഈ ഗസയിലെ പ്രശ്നം അതിരൂക്ഷമായതോടെ ഹമാസിൻ്റെ പ്രധാന നേതാക്കളെല്ലാം ഒരു ഇടവേളയ്ക്ക് ശേഷം ദോഹ വിട്ടിരുന്നു. പ്രത്യേകിച്ച് ഹമാസിൻ്റെ നേതാക്കളെ ഇസ്രായേൽ കൃത്യമായി പ്ലാൻ ചെയ്ത് ആക്രമിക്കും എന്ന് പ്രഖ്യാപിച്ചത് മുതൽ ഹമാസിൻ്റെ പ്രധാന നേതാക്കളെല്ലാം ദോഹ വിടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ സമാധാന ചർച്ച, അമേരിക്ക മുന്നോട്ട് വെച്ച ഗസ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട് ഖലീൽ അൽ ഹയ്യ ഇപ്പോൾ നിലവിൽ ഹമാസിൻ്റെ ചർച്ചകൾക്ക്, രാഷ്ട്രീയകാര്യ നിലപാടുകൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് അദ്ദേഹമാണ്. ഇസ്മായിൽ ഹനിയയുടെ മരണശേഷം അതോടൊപ്പം തന്നെ ഖാലിദ് മിഷൽ അടക്കമുള്ള നേതാക്കൾ ദോഹയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പ്രധാനമായും അവർ തുർക്കി കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഒരു സമീപകാലത്ത് പ്രവർത്തിച്ചിരുന്നത് എങ്കിലും ഈ ചർച്ചകൾക്കായി അവർ ദോഹയിൽ എത്താറുണ്ട്. ഈ നേതാക്കളെയാണ് ഇന്ന് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് എന്നാണ് അറിയുന്നത്. ഇതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്രായേൽ ഈ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമാണ്. സ്പെയിൻ വളരെ കൃത്യമായി യൂറോപ്യൻ രാജ്യങ്ങൾ, സ്പെയിൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അവർ ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ചർച്ചയ്ക്കെത്തുന്നവരെ പോലും ആക്രമിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇസ്രായേൽ തിരിയുന്നത്. മാത്രമല്ല, ഖത്തറിൻ്റെ മണ്ണിൽ ഇങ്ങനെയുള്ള ഒരു ആക്രമണം നടക്കില്ല എന്നുള്ളത് നേരത്തെ അമേരിക്ക ഖത്തറിന് വാക്ക് നൽകിയതായിരുന്നു, ഉറപ്പ് നൽകിയതായിരുന്നു. ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഖത്തറിൻ്റെ മണ്ണിൽ ഒരു ആക്രമണം നടക്കില്ല എന്നുള്ള ഉറപ്പ് കൃത്യമായിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ എയർബേസ് ഖത്തറിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ നാറ്റോയ്ക്ക് പുറത്തുള്ള ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായി ഖത്തറിനെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ടാണ്, ഇത്തരത്തിലുള്ള എല്ലാ ബന്ധങ്ങളെയും മറികടന്നുകൊണ്ടാണ് ഇസ്രായേലിൽ നിന്ന് ഒരു ഏകപക്ഷീയമായ ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് ഈ തരത്തിൽ ഇസ്രായേലിനെതിരെ വരുന്ന എല്ലാത്തരം നീക്കങ്ങളെയും അതിനെ പൊളിക്കുക എന്നുള്ളത് കൂടിയാണ്. എന്തായാലും ഖത്തർ നേരത്തെ തന്നെ ഇതിനെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഖത്തർ നേരത്തെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളൊരു മധ്യസ്ഥ രാജ്യമാകുന്നത് എന്നുള്ളതാണ്. ഖത്തർ ഇതിലൊരു മധ്യസ്ഥ രാജ്യമായി പ്രവർത്തിക്കുന്നത് കൃത്യമായി അമേരിക്കൻ തീരുമാനത്തിൻ്റെ പുറത്താണ്. അമേരിക്കയ്ക്ക് ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടനില രാജ്യമായിട്ടാണ് ഖത്തറിനെ കാണുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഒരു മധ്യസ്ഥ ശ്രമം മാത്രമാണ് ഞങ്ങൾ നടത്തുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ പ്രത്യേകമായി പിന്തുണയ്ക്കുക ഞങ്ങളുടെ ലക്ഷ്യമില്ല. അതേസമയം തന്നെ ഗസയിലെ മനുഷ്യക്കുരുതിയെ അതിന് അവസാനം കാണണം. അവിടെ പട്ടിണിക്കിട്ട് മനുഷ്യരെ കൊല്ലുന്നതിന് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ആണെങ്കിലും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവായിട്ടുള്ള മാജിദ് അൽ അൻസാരി ആണെങ്കിലും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഈ ഒരു ഇത്തരത്തിലുള്ള ഖത്തറിൻ്റെ എല്ലാ വാദങ്ങളെയും തിരസ്കരിച്ചുകൊണ്ട് ഖത്തറിൻ്റെ മണ്ണിൽ കൂടി ആക്രമണം നടത്തുന്ന ഒരു രീതിയിലേക്കാണ് ഇസ്രായേൽ അതിൻ്റെ നിലപാട് ഇപ്പോൾ കടുപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമാണ്, ഹമാസ് നേതാക്കൾ ഈ ലോകത്തെവിടെയുണ്ടെങ്കിലും അവരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുക എന്ന് നെതന്യാഹു ഈ ഒരു ആക്രമണം തുടങ്ങുന്ന കാലത്ത് തന്നെ 2023 തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഹമാസിൻ്റെ എല്ലാ നേതൃത്വത്തെയും ഞങ്ങൾ അക്കമിട്ട് വകവരുത്തും എന്നുള്ളത്. അത് അവർ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ആക്രമണത്തിലൂടെ നമ്മൾ അനുമാനിക്കുന്നത്.
തീരുമാനിക്കേണ്ടത്. ഇനി അറിയാനുള്ളത് ഖലീൽ അൽ ഹയ്യയും അതോടൊപ്പം തന്നെ ഖാലിദ് മിഷേലും നിലവിൽ ഹമാസിൻ്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാണ് ഇവർ. ഒരുപക്ഷെ ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ വിങ്ങിൽ ഈ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ മാത്രമാണ് ഇന്ന് ആഗോളതലത്തിൽ അറിയപ്പെടുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ നേതാക്കൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ് അറിയാനുള്ളത്. സ്വഭാവം കൂടി അറിയേണ്ടതുണ്ടല്ലോ ഫൈസൽ. ഇപ്പോൾ ഗാസയിലെ വെടിനിർത്തൽ ചർച്ചയ്ക്കെത്തിയ നേതാക്കളെയാണ് ആക്രമിച്ചിരിക്കുന്നുള്ള. അപ്പോൾ ഈ നേതാക്കളെ മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണമാണ്. അങ്ങനെയെങ്കിൽ എന്ത് തരം ആക്രമണമാണ് നടന്നതെന്നാണ് മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, ഈ തരത്തിൽ ഇസ്രായേൽ പറയുമ്പോഴും വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണമാണ്, ഹമാസിൻ്റെ നേതാക്കളെ മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖത്താറ എന്ന് പറയുന്നത് ഖത്തറിൻ്റെ കൾച്ചറൽ വില്ലേജാണ്, സാംസ്കാരിക കേന്ദ്രമാണ്. അതൊരു ജനവാസ കേന്ദ്രം കൂടിയാണ്, വളരെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടമാണ്. അവിടെയുള്ള കെട്ടിടത്തിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിലല്ല ആക്രമണം നടത്തിയത് എന്നുള്ള തരത്തിലുള്ള, അല്ലെങ്കിൽ ഹമാസിൻ്റെ നേതാക്കളെ മാത്രം ലക്ഷ്യമിട്ടാണ് ഒരു ആക്രമണം നടത്തിയത് എന്നുള്ള വാദം ഒരു കാരണവശാലും നിൽക്കില്ല. മാത്രമല്ല, ഏതാണ്ട് 10ഓളം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്നും അവരുടെ ട്വീറ്റുകളിൽ നിന്നും അതോടൊപ്പം തന്നെ വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഹമാസ് നേതൃത്വത്തെ വളരെ ആസൂത്രണം ചെയ്ത് ഒരാക്രമണം നടത്തി എന്നുള്ളത് നിൽക്കില്ല. രണ്ടാമത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം നടക്കുന്ന ഒരു സമാധാന ചർച്ച, ആ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട് ദോഹയിലെത്തിയ നേതാക്കൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ ലോകരാജ്യങ്ങൾ നടത്തുന്ന യാതൊരു തരത്തിലുള്ള സമാധാന ശ്രമങ്ങളെയും അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയാതെ പറയുന്നത്. മാത്രമല്ല, നമുക്കറിയാം, അന്ന് ഗ്രേറ്റ തുൻബർഗ് അടക്കമുള്ള ആളുകൾ സഞ്ചരിച്ച കപ്പലിന് നേരെയും അവർ ഗസയിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനും മറ്റുമായി പോകുകയായിരുന്ന ആ കപ്പലിന് നേരെ പോലും ഇന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഈ ആക്രമണത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം ഏറ്റവും കൂടുതൽ ശക്തമാകുന്നത് കഴിഞ്ഞ ദിവസം ജെറൂസലേമിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നു, അതിൽ ഒരു വെടിവെപ്പ് ഉണ്ടാകുന്നു, 5 പേർ കൊല്ലപ്പെടുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് ഗസയിൽ അതിശക്തമായ ആക്രമണമാണ് ഇന്ന് രാവിലെ മുതൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഖത്തറിൽ നടത്തുന്ന ആക്രമണം മാത്രമല്ല, ഇന്ന് രാവിലെ മുതൽ ആക്രമണത്തിന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2023 ഈ ആക്രമണം തുടങ്ങുന്ന, ഇസ്രായേൽ ആക്രമണം തുടങ്ങുന്ന കാലഘട്ടത്തിലെല്ലാം നടത്തിയതുപോലെ അതിശക്തമായ ആക്രമണമാണ് ഇന്ന് ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഇന്ന് തന്നെ 35 പേർ ഗസയിൽ മാത്രം കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ ഇന്ന് രാവിലെ തന്നെ ഇസ്രായേൽ സൈന്യം പ്രത്യേകം നിർദ്ദേശം നൽകിയിരുന്നു, വടക്കൻ ഗസയിലുള്ള മുഴുവൻ ആളുകളും ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ അവർ മരിക്കാൻ തയ്യാറാകണം, അവരെല്ലാം സദേൺ ഗസയിലേക്ക് പോകണമെന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. അതായത് സമ്പൂർണ്ണമായ ഒരു ആക്രമണം. അതിനോടൊപ്പം തന്നെ സിറിയയിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇന്ന് നടന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഈ തരത്തിൽ ഇസ്രായേലിനെ എതിർക്കുന്ന ഹമാസുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള കേന്ദ്രങ്ങളെയും ആക്രമിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ഇസ്രായേൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഫൈസൽ, ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ എക്സ്പോസ്റ്റ് വന്നിട്ടുണ്ട്. The IDF and the ISA conducted a precise strike targeting the senior leadership of the Hamas terrorist organization. അത് ഈ October 7 മാസക്കറിനുള്ള തിരിച്ചടിയാണെന്നും പറയുന്നു. ഏറ്റവും ഒടുവിൽ അത് പറയുന്നുണ്ട്, the IDF and ISA will continue to operate with determination in order to defeat the Hamas terrorist organization responsible for the October 7 massacre എന്നാണ്. അതായത് തുടരും എന്നുള്ളതാണ് പറയുന്നത്.